ഓക്കെ, ശ്രീ ജിൻഡോ ജോൺ, ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം, അവിടുത്തെ രക്ഷാപ്രവർത്തകൻ പറയുന്ന ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. ഒരു മലയാളി ഈ അപകടത്തിൽ പെട്ടതുകൊണ്ട്, ഇതുപോലെ മാധ്യമ ശ്രദ്ധയും അവിടെ തെരച്ചിലും ഒക്കെ നടന്നതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ സൈന്യവും മറ്റ് ദുരന്ത നിവാരണ സേനയൊക്കെ ഇറങ്ങി ഒരു പരിശോധന നടത്തുന്നത്. അതല്ലെങ്കിൽ അതുപോലും ഉണ്ടാകില്ലായിരുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യജീവൻ എത്ര വിലയുണ്ട് എന്ന പ്രാഥമികമായ ചോദ്യം തന്നെയാണ് അവിടെ ഉയരുന്നത്. ഗോൾഡൻ അവേഴ്സ് നഷ്ടമായി, 2 ദിവസം പൂർണ്ണമായി നഷ്ടമായി, നമുക്കറിയാം. അതിനുശേഷമാണ് ഇതിലിപ്പോൾ ഒരു മലയാളി എന്നുള്ളത് നമ്മുടെ കൺസേൺ ആണെങ്കിൽ അവിടെ ആ അപകടത്തിൽപ്പെട്ട മുഴുവൻ മനുഷ്യരും എന്നുള്ളത് കർണാടക സർക്കാരിന്റെ കൺസേൺ ആകേണ്ടതായിരുന്നില്ലേ? അല്ല അഭിലാഷ്, നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. എനിക്ക് മറിച്ചൊരു അഭിപ്രായമില്ല. പക്ഷേ കേരളത്തിൽ നമ്മുടെ ഒരു സാമൂഹിക സാഹചര്യം, നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടായാൽ, ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായാൽ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ എങ്ങനെ ഇടപെടുന്നു എന്നുള്ള രീതിയിൽ, അതേ രീതിയിൽ തന്നെ കേരളത്തിന് പുറത്തും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ പലതരത്തിലുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് അതിനൊരു സാധ്യത പലപ്പോഴും കുറവാണ് കാണുന്നത്. എന്തിനൊരു റോഡ് അപകടം ഉണ്ടായാൽ പോലും വേണ്ടത്ര പരിഗണന ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ രൂക്ഷമായിട്ടുള്ള മഴയും മറ്റ് കാലാവസ്ഥ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ആദ്യത്തെ 2 ദിവസമല്ല, ഇന്ന് വരെ അവിടെ രൂക്ഷമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. ഏത് സമയത്തും വീണ്ടും മണ്ണിടിയാമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ പ്രദേശത്തുള്ള ആളുകളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല എന്ന് ഇവിടെ ഇരുന്ന് എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അതിനെക്കുറിച്ച് നേരിട്ട് അനുഭവം ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ ഞാൻ അവിടെ പോയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ ഒക്കെ അഭിപ്രായത്തെ മാനിക്കുന്നു. പക്ഷെ അതിനേക്കാൾ അപ്പുറം എനിക്ക് വസീഫ് പറഞ്ഞതിനോട് ഒരു എതിർപ്പുള്ളത്, ഗതാഗത മന്ത്രി, കേരളത്തിന്റെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അടക്കമുള്ള ആളുകൾ ഇടപെട്ടു എന്ന് താങ്കൾ പറഞ്ഞു. KB ഗണേഷ് കുമാർ 2 ദിവസം മുമ്പ് കേരളത്തോട് പറഞ്ഞ അഭിപ്രായമാണ് എനിക്കും പറയാനുള്ളത്. അതിനപ്പുറത്ത് എനിക്ക് അതിലൊന്നും പറയാനില്ല. കാരണം അതാത് സംസ്ഥാനത്തെ സർക്കാരുകൾ അവർ അലംഭാവം കാണിച്ചോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. അത് നമുക്ക് പരിശോധിക്കാം. പക്ഷേ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് KB ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ മന്ത്രി അവിടെ അത്രയേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അന്വേഷിച്ച് ബോധ്യപ്പെട്ടിട്ടായിരിക്കും പറഞ്ഞത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു ബോധ്യമില്ലാതെ പറഞ്ഞു എന്ന് താങ്കൾ സമ്മതിക്കേണ്ടി വരും. ഇനി രണ്ടാമത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം, ഞാനൊരു രാഷ്ട്രീയം കണ്ടിട്ട് പോലുമില്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ, MP മാർ, കോഴിക്കോട് MP രാഘവൻ അടക്കമുള്ള ആളുകളൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ വ്യത്യാസമില്ലേ? സുരേഷ് ഗോപിയെ പോലെയുള്ള കേന്ദ്രമന്ത്രിമാർ, ഇവരെല്ലാവരും പല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. രാഷ്ട്രീയം നോക്കിയിട്ടില്ല. ഒരു മലയാളി അതിൽ ഉൾപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും മാധ്യമ ശ്രദ്ധ വന്നത് എന്നുള്ളതും ഒരു സത്യമാണ്. അതൊന്നും നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇതിലൊരു ഘട്ടം കഴിയുമ്പോൾ അതിലൊരു പൊളിറ്റിക്സ് കാണുന്നത്, കർണാടകയിലെ ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരായതുകൊണ്ട് അവരെ ന്യായീകരിച്ച് കളയാമെന്നുള്ള മൗഢ്യമൊന്നും എനിക്കില്ല. അങ്ങനെ ഒരു താല്പര്യവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു മാനവിക മൂല്യത്തോടെ തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നത് കൂടി ബോധ്യപ്പെട്ട് വേണം നമ്മൾ അതിൽ ഒരു തീരുമാനമെടുക്കാൻ എന്നും ഞാൻ പറയാം. പിന്നെ നമ്മൾക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇതുവരെ കണ്ടെത്താത്ത ആളുകളുണ്ട്, റെസ്ക്യൂ ഓപ്പറേഷൻസ് പരാജയമല്ല എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് എല്ലാവർക്കും നേരിട്ട് ഇടപെട്ട് ബോധ്യപ്പെട്ടത് കൊണ്ട് കൂടിയാണ്. കേരളത്തിൽ ഇപ്പോഴും ബോഡി കിട്ടാത്ത ഒത്തിരി ആളുകളില്ലേ, ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചെന്നോ അറിയാത്ത ഒത്തിരി പേരില്ലേ, കവളപ്പാറയിലായിക്കോട്ടെ അല്ലെങ്കിൽ പെട്ടിമുടിയിലായിക്കോട്ടെ. എന്തിന് ഈ ആമയഞ്ചാൽ തോട്ടിൽ ഒരാൾ പോയിട്ട്, ഒരു തൊഴിലാളി പോയിട്ട് 46 മണിക്കൂറിന് ശേഷമല്ലേ നമുക്ക് കണ്ടെത്താൻ പോലും പറ്റിയത്? നമ്മുടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ പരിമിതികൾ ഉണ്ട് എന്നുകൂടി നമ്മൾ അംഗീകരിക്കണം എന്നാണ് എൻ്റെ ഒരു പോയിന്റ്. അതിനപ്പുറത്ത് അവിടുത്തെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥ തലത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് അത് ചോദിക്കും, അന്വേഷിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അതിനപ്പുറത്ത് അത് ന്യായീകരിക്കാനുള്ള ഒരു ശ്രമം ആരും നടത്തുന്നില്ല. പക്ഷേ കംപ്ലീറ്റ് ചെയ്തോളൂ ആ വാചകം. അല്ല, അതിനപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊരു മാനുഷിക മൂല്യത്തോടു കൂടി നമ്മൾ കാണണം. ഇതിലൊക്കെ എല്ലാത്തിലും നമ്മൾ പെറ്റി പൊളിറ്റിക്സ് കാണാതെ ലാൻഡ്സ്ലൈഡുകൾ വരുമ്പോൾ മനുഷ്യരുടെ തന്നെയാണ് അതിലെ പ്രാഥമികമായ വിഷയം. പക്ഷെ അക്കാര്യത്തിൽ ഉത്തരവാദിത്വം വലിയ തോതിൽ, അതായത് പൗരന്റെ ജീവൻ ഉറപ്പു നൽകാനുള്ള ബാധ്യത സ്റ്റേറ്റിൻ്റെതാണ് എന്ന പരമമായ കാര്യം അവിടെ നിൽക്കുന്നു.